ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ് ഇന്നാണ്. ആക്ച്വലി സാധാരണ ശനി ഞായർ ദിവസങ്ങളിലാണ് നടക്കുക. പക്ഷേ ലാലേട്ടന് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടും പുള്ളിക്കാരൻ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ടും ഇന്നും നാളെയായിട്ടാണ് എപ്പിസോഡ് നടക്കുക. എന്തൊക്കെയാണ് ലാലേട്ടൻ ഇന്ന് നടത്തി കൂട്ടിയിരിക്കുന്നത് എന്നുള്ളതിന്റെ കുറച്ച് പ്രൊമോസ് വന്നിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നുള്ളത് ഞാൻ പറയാം. ആദ്യം തന്നെ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ച ആര്യനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ആര്യൻ നമ്മുടെ ലാലേട്ടനെ ഡിസ്റെസ്പെക്ട് ചെയ്തായിരുന്നു. അതായത് മറ്റേ തൊപ്പി എടുത്ത് വെക്കണോ കേസുണ്ടല്ലോ, ആ കേസ് വന്നപ്പോൾ ലാലേട്ടനോട് ചോദിച്ചു, ലാലേട്ട ഇത് ഞാൻ അത് ചെയ്യുമ്പോൾ പെടുക്കുമ്പോൾ വെക്കണോ, നൂരുമ്പോൾ നിൽക്കണോ, അല്ലെങ്കിൽ കുളിക്കുമ്പോൾ വെക്കണോ എന്നും പറഞ്ഞ് ലാലേട്ടൻ ഒരു ആക്കലാക്കിയായിരുന്നല്ലോ. ഇത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാവുകയും അതിനുശേഷം പിന്നീട് തൊട്ടടുത്ത ദിവസം അവന്റെ ഒരു മൊട്ട, അതായത് തൊപ്പിയാണ് ഉദ്ദേശിച്ചത്, ലാലേട്ടൻ തന്നെ വീണ്ടും ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിനെ റെസ്പെക്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആര്യൻ ഹൗസിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മൊത്തം ഒരാഴ്ച മൊത്തം നമ്മുടെ പബ്ലിക്കായിട്ട് ഇതിനെതിരെ പ്രതികരിക്കുകയും ഒരുപാട് മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇത് ചോദിക്കണമെന്നും ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാലേട്ടൻ ഇന്ന് അത് ചോദിക്കുന്നുണ്ട്. ആര്യനോട് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് മോനെ കളി പഠിപ്പിക്കാൻ അങ്ങോട്ട് വരണ്ട, കളിക്കാനൊക്കെ എനിക്കും അറിയാം, എനിക്ക് കളി അറിയാവുന്നതുകൊണ്ടാണല്ലോ എന്നെ ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയുന്നും വേണ്ട. ഇവ സോറിയൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു രീതിയിലും നമ്മുടെ ലാലേട്ടൻ ഒതുങ്ങി കൊടുത്തിരുന്നില്ല. നല്ല കിടില മറുപടി അവന് കൊടുത്ത് ആര്യനെ സെറ്റാക്കി ഒതുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന അടിപിടി കേസ് ഉണ്ടല്ലോ, നമ്മുടെ അനുവിന്റെയും ജിസൈലിന്റെയും കേസ്. അനുവിന്റെയും ജിസൈലിന്റെയും കേസിൽ അന്ന് തന്നെ ബിഗ് ബോസ് പറഞ്ഞതാണ് ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിലായിരിക്കും ഇവർക്കെതിരായിട്ടുള്ള നടപടി വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുപോലൊരു നടപടി വരുന്നുണ്ട്. പക്ഷെ പുറത്താക്കുന്നില്ല, രണ്ടുപേരും പുറത്താക്കത്തില്ല. കാരണം എങ്ങനെ പുറത്താക്കാൻ പറ്റും? അനു ആണല്ലോ ഇപ്പം ഫുൾ ഷോ മൊത്തം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അനു ആണല്ലോ. അനുവിനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ റേറ്റിംഗ് ഇങ്ങനെ പോകും. അതുകൊണ്ട് എന്തായാലും പുറത്താക്കാനൊന്നും പോകുന്നില്ല. സോ ജിസയിലും നല്ല കണ്ടന്റുകൾ അവിടെ കൊടുക്കുന്നുണ്ട്. ആൾക്കാർക്ക് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ജിസയിലും അവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും പുറത്താക്കത്തില്ല, പകരം പണിഷ്മെന്റ് ആയിരിക്കും കൊടുക്കുന്നത്. മിക്കവാറും നോമിനേഷൻസിൽ ഡയറക്റ്റ് ആയിട്ട് 2-3 വീക്കോ നോമിനേഷനിൽ ഇടുകയോ അങ്ങനെ തരത്തിലുള്ള എന്തെങ്കിലും പണിഷ്മെന്റ് ആയിരിക്കും ഇവർക്ക് കൊടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കേസ് നമ്മുടെ നെവിന്റെ കേസാണ്. നെവിൻ ബിഗ് ബോസ് വീട് വിട്ട് ഇറങ്ങിപ്പോയല്ലോ. നെവിന് ലാലേട്ടൻ വിളിച്ചു ചേർത്ത് ചോദിക്കുന്നുണ്ട് എന്ത് കാരണത്തിലാണ് ഇറങ്ങിപ്പോയത്. അപ്പൊ നെവിന് പെട്ടെന്നുള്ള ഇതിലുണ്ടായിപ്പോയതാണ് ലാലേട്ട, സോറി. അപ്പൊ ലാലേട്ടൻ കർശനമായും കൃത്യമായും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പോയതാണ്, നീ കാല് പിടിച്ച് കരഞ്ഞതുകൊണ്ട്, ബിഗ് ബോസിനെ വിളിച്ച് കാല് പിടിച്ച് കരഞ്ഞതുകൊണ്ട് മാത്രമാണ് അവിടെ നിർത്തുന്നത്, അതല്ലെങ്കിൽ ഒരു കാരണവശാലും ഇവിടെ നിർത്തത്തില്ല, ഇനി ഇത് മേലാ ആവർത്തിക്കരുത്, ഞങ്ങൾക്കറിയാം എങ്ങനെ നിങ്ങളെ പുറത്താക്കണം എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സെന്റൻസിൽ നമ്മുടെ രേണു സുധിയെ പൊക്കിയാണ്. കാരണം രേണു സുധി വന്ന അന്ന് മുതൽ എനിക്ക് പോകണം, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ നിലവിളിയാണല്ലോ. സോ രേണു സുധിയുടെ അപ്പോഴേ ലാലേട്ടൻ ഇത് ഓൾറെഡി സംഭവം ക്രിയേറ്റ് ആയി എല്ലാവരും ഒന്ന് പേടിച്ചിരിക്കുകയാണല്ലോ. രേണു സുധി ലാലേട്ടൻ പൊക്കി എടുത്തിട്ട് പറയുന്നുണ്ട്, രേണുവിന് പോകണം എന്ന് ഇപ്പൊ പറയുന്നുണ്ടല്ലോ, രേണുവിന് ഇപ്പൊ പോകണം, രേണു ഒരക്ഷരം മിണ്ടാതെ ഇങ്ങനെ തലയും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരക്ഷരം മിണ്ടുന്നില്ല. സോ രേണു സുധിക്കും വീട്ടിൽ പോകണ്ട. അവിടെ സത്യത്തില് പ്രേക്ഷകർക്ക് കുറച്ചും കൂടി ഇമ്പാക്ട് കിട്ടുന്ന രേണുസുധി വീട്ടിൽ പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും രേണുസുധിയുടേതായിട്ടുള്ള രീതിയിൽ ഒന്നും കൊടുക്കുന്നില്ല. വെറുതെ അവിടെ ഇങ്ങനെ ചുമ്മാ ബിഗ് ബോസിൽ തെറ്റിപ്പെട്ട് നിൽക്കാന്നല്ലാതെ പ്രത്യേകിച്ച് ഇമ്പാക്റ്റുകളൊന്നും രേണുസുധി ഉണ്ടാക്കുന്നില്ല. സോ ഇതൊക്കെയാണ് നടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വൈൽഡ് കാർഡുകൾ വരും. വൈൽഡ് കാർഡ് ഇന്നും ആയിരിക്കത്തില്ല കയറുന്നത്, ഓൾറെഡി കയറിയിട്ടുണ്ട്. നാളെ ആയിരിക്കും നമ്മുടെ വൈൽഡ് കാർഡുകളൊക്കെ വരുന്നത്. അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ് ടിൽ ദെൻ ബൈ.